Good morning, students. A warm welcome to another biology class. Today, we are starting with a new chapter reaching the age of adolescence. Okay, so it's very relevant, especially for you, because you are still experiencing the age of adolescence. Okay, here we only dealing with the experiences of you. Okay, അതായത് നമ്മൾ ഈ ചാപ്റ്റർ ഇന്ന് തുടങ്ങുകയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്, വളരെ റെലവൻ്റ് ആണ്, എസ്പെഷ്യലി ഫോർ യു. ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് നിങ്ങൾ എന്താണോ ഇപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്, നിങ്ങളുടെ എക്സ്പീരിയൻസസ് മാത്രമാണ് നമുക്കിവിടെ പഠിക്കാനുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ അഡോളസൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഏജാണ്. നിങ്ങൾക്കറിയാം, നിങ്ങൾ ടീനേജേഴ്സാണ് അല്ലേ? അപ്പോൾ ഈ ടീൻസ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് എന്തോ അതൊക്കെ തന്നെയാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. സോ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ വളരെ ഈസി ആയിട്ട് ഗ്രാസ്പ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ എപ്പോഴും എക്സ്പീരിയൻസസ് ആണല്ലേ നമുക്ക് പഠിക്കാനും, അതുതന്നെയാണ് നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആവുന്നത്. സോ ഈ ചാപ്റ്റർ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. വളരെ എളുപ്പത്തിൽ ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഓരോ പോയിൻറ്സും വളരെ ഈസി ആയിട്ട് തിങ്ക് ചെയ്യുക, അതിനുശേഷം തന്നെ മനസ്സിലാക്കുക. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും ഗ്രോണപ്പ് ആയിട്ടുള്ള പേഴ്സൺസ് ആണ്. ഓൾ ഓഫ് യു ആർ ഈച്ച് ഇൻഡിവിജ്വൽസ്. സോ ഈ ചാപ്റ്റർ അതിൻ്റേതായ മെച്യൂരിറ്റിയോടുകൂടി വളരെ സീരിയസ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യുക. ഓക്കെ, സോ ലെറ്റ് us start. In this chapter, you will learn about changes that take place in the human body after which a person becomes capable of reproduction. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ചാപ്റ്റർ ഡീൽ ചെയ്തത് ഹ്യൂമൻ റീപ്രൊഡക്ഷനെ കുറിച്ചിട്ടായിരുന്നു. ഹ്യൂമൺ എന്നില്ല, ആനിമൽസിൻ്റെ റീപ്രൊഡക്ഷൻ. മെയിനായിട്ട് നമ്മളവിടെ ഹ്യൂമൻസിൻ്റെ കാര്യം ഡിസ്കസ് ചെയ്തു. ഹ്യൂമൻസിൻ്റെ മെയിൻലി വി ഡീൽ അബൌട്ട് two type of reproductive systems in humans. First is male reproductive system, second is female. അതൊക്കെ നമുക്കറിയാം. അപ്പോൾ നമ്മൾ ഓൾറെഡി റീപ്രൊഡക്ഷൻ്റെ ആ ബയോളജിക്കൽ പ്രോസസ്സ് എന്താണ് എന്ന് നമുക്കിപ്പോൾ ഓൾറെഡി അണ്ടർസ്റ്റുഡ് ആണ്. സോ ഈ ചാപ്റ്ററിൽ എന്താണെന്ന് വെച്ചാൽ വിൽ ലേൺ അബൌട്ട് ദ ചേഞ്ചസ് ദാറ്റ് ടേക്ക് പ്ലേസ് ഇൻ ദ ഹ്യൂമൻ ബോഡി. ഓക്കെ, അങ്ങനെ ഒരു റീപ്രൊഡക്ഷന് വേണ്ടി ഹ്യൂമൻ ബോഡി ക്യാപ്പബിൾ ആയതിനു ശേഷം നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ എന്തൊക്കെ ചേഞ്ചസ് ഇൻ ദി കേസ് ഓഫ് ബോത്ത് മെൻ ആൻഡ് വിമൺ, ഓക്കെ, ബോത്ത് ഇൻ ദി കേസ് ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ്, രണ്ടുപേരുടെയും കേസസിൽ എന്തൊക്കെ ഫിസിക്കൽ ചേഞ്ചസ് ആണ് വരുന്നത് എന്നാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ് us begin. I think all of you are understood and all of you are interesting. So let us start. ഫസ്റ്റ് ഹെഡിങ് ഈസ് അഡോളസൻസ് ആൻഡ് പ്യൂബേർട്ടി. ഓക്കെ, നമ്മളിവിടെ എന്താ പഠിക്കാൻ പോകുന്നത്? എന്താണ് അഡോളസൻസ്, എന്താണ് പ്യൂബേർട്ടി? ഓക്കെ, ഈ അഡോളസൻസ് എന്നുള്ള വാക്ക് നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കാം. ഓക്കെ, ഒരു പക്ഷേ, അല്ലെങ്കിൽ ഇത് പഠിക്കുക, അതിൻ്റെ വിത്ത് സ്പെല്ലിംഗ് അറിഞ്ഞിരിക്കുക. ആൻഡ് ഓൾസോ ദ പ്യൂബേർട്ടി. ഐ തിങ്ക് പ്യൂബേർട്ടി മേ ബി എ ന്യൂ ടേം, ഒരു ന്യൂ ടേം ആയിരിക്കാം. സോ യു ഷുഡ് പ്രാക്ടീസ് ദ സ്പെല്ലിംഗ് ഓൾസോ. PUBERTY, പ്യൂബേർട്ടി. ഓക്കെ, ദെൻ വി ഡീൽ അബൌട്ട് അഡോളസൻസ്. പിന്നീട് നമ്മൾ ഡീൽ ചെയ്യുന്നത് അഡോളസൻസ് ആണ്. വാട്ട് ഈസ് അഡോളസൻസ്? നമ്മൾ എന്ത് കാര്യം ആദ്യം പറയുമ്പോൾ നമ്മൾ അത് എന്താണ്, അതിൻ്റെ ഡെഫിനിഷനാണ് അല്ലേ പറയുക. സോ ഇറ്റ്സ് ഓൾസോ ഹിയർ ദ പീരീഡ് ഓഫ് ലൈഫ് when the body undergoes changes leading to reproductive maturity is called adolescence. ഓക്കെ, അതായത് ഒരു പീരീഡാണ് ഈ അഡോളസൻസ് എന്ന് പറയുന്നത്. ഒരു സ്റ്റാർട്ടും ഉണ്ടായിരിക്കും, ഒരു എൻഡും ഉണ്ടായിരിക്കും. അങ്ങനെ ഒരു ഏജ് പീരീഡ്, ആ ഏജ് പീരീഡിൽ നടക്കുന്ന ഒരുപാട് ചേഞ്ചസ് ആണ്, ഒരു ബോഡിയിൽ നടക്കുന്ന ഒരുപാട് ചേഞ്ചസ് ആണ് ഡ്യൂറിങ് എ പീരീഡ്. ആഫ്റ്റർ ദ ചേഞ്ചസ്, ആ ഒരു ചേഞ്ചസിലൂടെ കടന്നു പോയിട്ടാണ് ആ ഇൻഡിവിജ്വൽ എന്തിലെത്തുന്നത്? ഒരു റീപ്രൊഡക്റ്റീവ് മെച്യൂരിറ്റിയിൽ എത്തുന്നത്. എന്ന് പറഞ്ഞാൽ പുതിയ ഇൻഡിവിജ്വലിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് ക്യാപ്പബിൾ ആവുന്നത് വരെ ആ ഇൻഡിവിജ്വലിന് ഒരുപാട് ബോഡി ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ട്. ദ ഓൾ ചേഞ്ചസ് ഓഫ് ദ ഇൻഡിവിജ്വൽ അണ്ടർഗോസ് ആർ കോൾഡ് അഡോളസൻസ്. ഓക്കെ, അതിനെയാണ് അഡോളസൻസ് എന്ന് പറയുന്നത്. ആ ഇൻഡിവിജ്വലിന് ചേഞ്ചസ് ഉണ്ടാകുന്ന ആ പീരീഡിനെ പറയുന്ന പേരാണ് അഡോളസൻസ്. മനസ്സിലായല്ലോ? സോ ഇറ്റ് ഈസ് എ പീരീഡ് where the individual undergo all the changes and at the end of these changes the individual attain reproductive maturity. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ ദ നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് ബിഗിൻസ് ഫ്രം ദ ഏജ് ഓഫ് 11 ആൻഡ് ലാസ്റ്റ് അപ് ടു 18 or 19 years ഓഫ് ഏജ്. ഓക്കെ, ഈ അഡോളസൻസ് എന്ന് പറയുന്ന ഈ ഏജ്, ഇത് മാം പറഞ്ഞു ഒരു ഏജ്, ഒരു പീരീഡ് ഓഫ് ഏജ് എന്നാണ്, ഒരു പീരീഡാണ്. ഈ പീരീഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് 11
11 വയസ്സ് മുതൽ 18 to 19 വയസ്സ് വരെയാണ് ഈ പീരീഡ് ലാസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കതറിയാം. നമുക്ക് 11, 12, 13, 14, 15, 16, 17, 18, 19 ഫ്രം ടു 13 അപ് ടു 19 ഈ ഈന്ന് അവസാനിക്കുന്നില്ലേ, അതാണ് ടീനേജ്. ഈനിൽ അവസാനിക്കുന്ന 13 to 19 അതിനെയാണ് ടീനേജ് എന്ന് പറയുന്നത്. ദിസ് അഡോളസൻസ് ഈസ് ഓൾസോ കോൾഡ് ടീനേജ്. ഈ അഡോളസൻസിനെ, ഈ പീരീഡിനെ നമ്മൾ അതുപോലെ തന്നെ ടീനേജ് എന്നും പറയും. നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന ഈ ഏജ് എന്ന് പറയുന്നത് ടീനേജ് ആണ്. അപ്പോൾ നിങ്ങളെ പറയുന്നത് ടീനേജേഴ്സ് എന്നുമാണ്. ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ എന്തുകൊണ്ടാണ് അത് അവസാനിക്കുന്നത്? ഈൻസിലാണ് അവസാനിക്കുന്നത്. ഓക്കെ, 13, 14, 15, 16, 17, 18, 19. ഓക്കെ, ഈ 11 മുതൽ 19 വരെ ആണെങ്കിൽ പോലും അതിൻ്റെ പീക്ക് എന്ന് പറയുന്നത് 13 to 19 ആണ്. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ദെൻ ദിസ് പീരീഡ് ഈസ് ഓൾസോ കോൾഡ് ടീനേജ് ആൻഡ് ദ ഇൻഡിവിജ്വൽസ് ആർ കോൾഡ് ടീനേജേഴ്സ്. ഓക്കെ, മാം ഇപ്പോൾ പറഞ്ഞ അതേ കാര്യം. ഇൻ ഗേൾസ് അഡോളസൻസ് ബിഗിൻസ് ഏർലിയർ ദാൻ ബോയ്സ്. ഇൻ ദി കേസ് ഓഫ്, നമ്മൾ ഈ ചാപ്റ്ററിൽ മുഴുവൻ ബോയ്സിൻ്റെ കാര്യവും ഗേൾസിൻ്റെ കാര്യവും പറയുന്നുണ്ട്. ഓക്കെ, രണ്ടുപേർക്കും ചില വ്യത്യാസങ്ങളുണ്ട് ഈ പീരീഡിൽ വരുന്നത്. കാരണം അവരുടെ രണ്ടുപേരുടെയും ഫിസിക്കൽ അപ്പിയറൻസ് അതുപോലെ തന്നെ ഫിസിക്ക് കുറച്ച് വ്യത്യാസമുണ്ട് അല്ലേ. വൺ ഈസ് മെയിൽ ആൻഡ് വൺ ഈസ് ഫീമെയിൽ ആൻഡ് ബോത്ത് ഹാവ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റീപ്രൊഡക്റ്റീവ് പാർട്സ് ഓൾസോ. സോ ദേ ഹാവ് quite different in their adolescent period also. The changes is also differing in both of them. Okay. In girls, adolescence begins earlier than boys. ഗേൾസിലാണ് അഡോളസൻസ് ബോയ്സിനേക്കാൾ മുൻപ് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ പീരീഡിൽ വരുന്ന ചേഞ്ചസ്, ആ ഗ്രോത്തിൽ ഉണ്ടാകുന്ന ഒരു ചേഞ്ചസ് ആദ്യം കണ്ടു തുടങ്ങുന്നത് ആരിലായിരിക്കും? ഗേൾസിലായിരിക്കും. ഓക്കെ, ദാൻ ബോയ്സ്. The period of adolescence varies from person to person. ഓരോ പേഴ്സണിൽ നിന്നും മറ്റൊരു പേഴ്സണിലേലും എന്താണ് ഈ ഗ്രോത്ത് അല്ലെങ്കിൽ അതിൽ വരുന്ന ചേഞ്ചസ് എന്തായിരിക്കും? ഡിഫർ ചെയ്യാറുണ്ട്. അതിൻ്റെ റേറ്റിൽ ഡിഫറൻസ് വരാറുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് അഡോളസൻസ്. അത്രയും കാര്യങ്ങളാണ് നമുക്ക് അഡോളസൻസിൽ പറയാനുള്ളത്. ദെൻ വി ആർ ഡീലിംഗ് വിത്ത് പ്യൂബേർട്ടി. വാട്ട് ഈസ് ദ ടേം പ്യൂബേർട്ടി? ഇനി നമുക്ക് എന്താണ് പ്യൂബേർട്ടി എന്ന് നോക്കാം. ലെറ്റ് us begin. The period during which adolescents reach sexual maturity and become capable of reproduction. Okay, puberty ends when an adolescent reaches reproductive maturity. ഓക്കെ, അതായത് പ്യൂബേർട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് അഡോളസൻസ് എന്ന് പറഞ്ഞാൽ ചേഞ്ചസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, റീപ്രൊഡക്റ്റീവ് മെച്യൂരിറ്റി എത്തുന്നത് വരെയുള്ള ചേഞ്ചസ് സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ എൻഡ് ചെയ്യുന്നത് വരെയുള്ള ആ പീരീഡിനെയാണ് അഡോളസൻ്റ് എന്ന് പറയുന്നത്. എന്നാൽ പ്യൂബേർട്ടി എന്ന് പറഞ്ഞാൽ അതായത് ഇങ്ങനെ റീപ്രൊഡക്റ്റീവ് മെച്യൂരിറ്റി സ്റ്റാർട്ട് ചെയ്തിട്ട്, ആ ചേഞ്ചസ് സ്റ്റാർട്ട് ചെയ്തിട്ട് എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത് റീപ്രൊഡക്ഷന് ക്യാപ്പബിളായി, അവർ റീപ്രൊഡക്റ്റീവ് മെച്യൂരിറ്റി എത്തിയതിന് ശേഷം അവിടെ അഡോളസൻ്റ് പീരീഡ് സ്റ്റോപ്പ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. റീപ്രൊഡക്റ്റീവ് മെച്യൂരിറ്റി എത്തിക്കഴിഞ്ഞാൽ പിന്നെ അഡോളസൻ്റ് പീരീഡ് കഴിഞ്ഞു. അതായത് അയാൾ റീപ്രൊഡക്ഷന് മെച്യൂരിറ്റി ആയി, അയാൾക്ക് പ്യൂബേർട്ടി അറ്റൈൻ ചെയ്തു എന്ന് പറയാം. സോ ദ റീപ്രൊഡക്റ്റീവ് മെച്യൂരിറ്റി ഈസ് കോൾഡ് ദ പ്യൂബേർട്ടി. റീപ്രൊഡക്റ്റീവ് മെച്യൂരിറ്റി ആണ് എന്ത് പറയുന്നത്? പ്യൂബേർട്ടി എന്ന് പറയുന്നത്. വൺസ് അഗെയിൻ ഐ റിപ്പീറ്റ്, the period during which adolescents reach sexual maturity and become capable of reproduction. Puberty ends when an adolescent reaches reproductive maturity. Okay, അതായത് adolescent എന്ന് പറയുന്ന ആ ടേം തന്നെയാണ് പ്യൂബേർട്ടി എന്ന് പറയുന്നതും ഒരു പീരീഡാണ്. ആ സെക്ഷൽ മെച്യൂരിറ്റി എത്തുന്നതിന് വരെയുള്ള ചേഞ്ചസ് ഉൾപ്പെടുന്ന ഒരു പീരീഡാണ് ഈ പ്യൂബേർട്ടി എന്ന് പറയുന്നത്. എപ്പോഴാണ് ഒരു ഇൻഡിവിജ്വൽ സെക്ഷൽ മെച്യൂരിറ്റി എത്തുന്നത്, ദാറ്റ് ഈസ് ക്യാപ്പബിൾ ഓഫ് പ്രൊഡ്യൂസിങ് യങ് വൺസ്, ദെൻ ദ അഡോളസൻറ്റ് സ്റ്റേജ് ഈസ് സ്റ്റോപ്പ്, ദാറ്റ് ഈസ് ദ പ്യൂബേർട്ടി ദേ അറ്റൈൻ. അവിടെ പ്യൂബേർട്ടി അറ്റൈൻ ചെയ്തു എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, പ്യൂബേർട്ടി എൻഡ്സ് വെൻ എൻ അഡോളസൻറ്റ് റീച്ചസ് റീപ്രൊഡക്റ്റീവ് മെച്യൂരിറ്റി. അയാൾ റീപ്രൊഡക്റ്റ് എൻഡ് ചെയ്ത് പ്യൂബേർട്ടി എൻഡ് ചെയ്ത് റീപ്രൊഡക്റ്റീവ് മെച്യൂരിറ്റി അറ്റൈൻ ചെയ്തു എന്ന് നമ്മൾ പറയുന്നു. മനസ്സിലായല്ലോ? അടുത്തത് ചേഞ്ചസ് അറ്റ് പ്യൂബേർട്ടി. ഇനി നമ്മൾ ഈ പ്യൂബേർട്ടിയിൽ വരുന്ന ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ ഈ അഡോളസൻറ്റ് പീരീഡ് തന്നെയാണ്. ഇവിടെ വരുന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് പറയാം.
വാട്ട് ആർ ദ ബോഡി ചേഞ്ചസ് ഒക്യൂറിങ് അറ്റ് പ്യൂബേർട്ടി? ഇവിടെ നമ്മൾ അധികവും പറയുന്നത് എന്താണ്? ഫിസിക്കലി വരുന്ന ചേഞ്ചസ് ആണ്. ഓക്കെ, വാട്ട് ആർ ദ ബോഡി ചേഞ്ചസ് ഒക്യൂറിങ് അറ്റ് പ്യൂബേർട്ടി? പ്യൂബേർട്ടിയിൽ എന്തൊക്കെ ബോഡി ചേഞ്ചസ് ആണ് വരുന്നത്? ഇത് പഠിക്കാൻ വളരെ സിമ്പിളാണ്. ഓക്കെ, കാരണം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ്. ഇനി നോക്കിക്കോളൂ, അപ്പോൾ നിങ്ങൾക്ക് ഏറെ മനസ്സിലാവും. ഫസ്റ്റ് വൺ, ഇൻക്രീസ് ഇൻ ഹൈറ്റ്. നിങ്ങൾക്കറിയാലോ, നിങ്ങൾ ഈ പ്രായത്തിൽ പെട്ടെന്ന് ഹൈറ്റ് വയ്ക്കുന്നത് പോലെ കണ്ടിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ഇല്ലേ? സോ ഇൻക്രീസ് ഇൻ ഹൈറ്റ്. സെക്കൻഡ്, ചേഞ്ചസ് ഇൻ ബോഡി ഷേപ്പ്. നിങ്ങളുടെ ബോഡിയുടെ ഷേപ്പിൽ ചേഞ്ചസ് വരുന്നുണ്ടാവാം. ദെൻ വോയിസ് ചേഞ്ച്. ഓക്കെ, വോയിസ് ചേഞ്ച് കാണാം. ദെൻ ഇൻക്രീസ് ആക്ടിവിറ്റി ഓഫ് സ്വെറ്റ് ആൻഡ് സെബേഷ്യസ് ഗ്ലാൻഡ്സ്. നിങ്ങളുടെ സ്വെറ്റ് ഗ്ലാൻഡിൻ്റെയും സെബേഷ്യസ് ഗ്ലാൻഡിൻ്റെയും ആക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണാം. സെബേഷ്യസ് ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓയിൽ ഗ്ലാൻഡ് എന്നാണ് മീൻ ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഡെവലപ്മെൻറ്റ് ഓഫ് സെക്സ് ഓർഗൻസ്. സെക്സ് ഓർഗൻസ് ഡെവലപ്പ് ചെയ്യും. ദ ഫൈനൽ വൺ, റീച്ചിങ് മെൻ്റൽ, ഇൻ്റലക്ച്വൽ ആൻഡ് ഇമോഷണൽ മെച്യൂരിറ്റി. നിങ്ങൾ മെൻ്റൽ അതുപോലെ തന്നെ ഇൻ്റലക്ച്വൽ എന്ന് പറഞ്ഞാൽ ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങൾ റിലേറ്റഡ് ടു ബ്രെയിൻ ഡെവലപ്മെൻറ്റ്, അതുപോലെ തന്നെ ഇമോഷണൽ ആയിട്ടുള്ള മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യും. ദീസ് ആർ ദ ചേഞ്ചസ് അറ്റ് ഒക്യറിങ് അറ്റ് ദ പ്യൂബേർട്ടി. ഇനി നമുക്ക് ഓരോ ടേംസും ഓരോ ഹെഡിങ്സും നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഇൻക്രീസ് ഇൻ ഹൈറ്റ്. ഹൈറ്റ് എങ്ങനെയാണ് ഇൻക്രീസ് ചെയ്യുന്നത് എന്ന്? എങ്ങനെയാണ്? During puberty, sudden increase in height is occurring. At this time, the long bones of arms and legs elongate and make a person tall. അതായത് ഈ പ്യൂബേർട്ടിയുടെ സമയത്ത് അല്ലെങ്കിൽ പ്യൂബേർട്ടി അറ്റൈൻ ചെയ്യുന്ന വരെ ഉള്ള ആ സമയത്ത് എന്താണ്, പെട്ടെന്ന് തന്നെ നിങ്ങളുടെയൊക്കെ ഹൈറ്റ് കൂടുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം അല്ലേ? പലർക്കും അത് കാണാൻ പറ്റും. അതുവരെ ചെറിയ ആൾക്കാരായിരുന്നവർ ചിലപ്പോൾ ഒരുപാട് നന്നായിട്ട് ഹൈറ്റ് വയ്ക്കുന്നത് കാണാം. അത് റിലേറ്റഡ് ടു നിങ്ങളുടെ പാരൻസിനെ ആശ്രയിച്ചിരിക്കും കേട്ടോ. എല്ലാവരുടെയും ഹൈറ്റ് അത് നമുക്ക് അറിയുന്ന കാര്യമാണല്ലോ. നമ്മുടെ പാരൻസ് എത്രത്തോളം ഉണ്ട് അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മളും ഹൈറ്റ് വരുന്നത്. ഈസ് ജെനറ്റിക്കലി ഡിറ്റർമിൻഡ്. ഇത് ജെനറ്റിക്കലി ഡിറ്റർമിൻഡ് ആണ്. എങ്കിൽ പോലും ഈ സമയത്താണ് നമ്മൾ നമ്മുടെ ഹൈറ്റ് കൂടുതലായിട്ട് വെക്കുന്ന ഒരു സമയം. അതിന് കാരണം ഈ സമയത്ത് നമ്മുടെ ലെഗ്സിൻ്റെയും നമ്മുടെ ആംസിൻ്റെയും ലെഗ്സിൻ്റെയും ബോൺസ് പെട്ടെന്ന് അങ്ങോട്ട് ഇലോങ്ങേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കൈകാലുകൾക്ക് ഹൈറ്റ് കൂടുകയും നമ്മൾ പൊക്കം വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ്സ് എബൌട്ട് ഇൻക്രീസിങ് ഇൻ ഹൈറ്റ്. ദെൻ ഇനിയുണ്ട് അതിൽ, ബോയ്സ് ആൻഡ് ഗേൾസ് അറ്റൈൻ ദെയർ മാക്സിമം ഹൈറ്റ് അറ്റ് ദ ഏജ് ഓഫ് 18. ഓക്കെ, 19 വരെ അവർ ഹൈറ്റ് വയ്ക്കുന്നു എങ്കിലും ഏറ്റവും കൂടുതൽ അവർക്ക് ഹൈറ്റ് അറ്റൈൻ ചെയ്യുന്ന ഒരു ടൈം എന്ന് പറയുന്നത് ഇൻ ദി ഏജ് ഓഫ് 18. 18 വയസ്സ് വരെയാണ് ബോയ്സിനും ഗേൾസിനും കൂടുതലായിട്ട് ഹൈറ്റ് വയ്ക്കുന്നത്. ഓക്കെ, റേറ്റ് ഓഫ് ഗ്രോത്ത് ഇൻ ഹൈറ്റ് ഈസ് വേരീസ് ഫ്രം ഇൻഡിവിജ്വൽ ടു ഇൻഡിവിജ്വൽ. Someone show a sudden increase in height, others show a gradual increase. ഓക്കെ, ഇങ്ങനെയുള്ള ഈ ഗ്രോത്ത് എന്ന് പറയുന്നത്, ഈ ഗ്രോത്ത് എന്ന് പറയുന്നതിൻ്റെ റേറ്റ് ഒരു ഇൻഡിവിജ്വലിന് മറ്റൊരു ഇൻഡിവിജ്വലിലേക്ക് പോകുമ്പോൾ വേരി ചെയ്യുന്നുണ്ട്. ഓക്കെ, ചിലവരാണെങ്കിൽ ചില പേഴ്സൺസ് പെട്ടെന്നൊരു സഡൻ ഇൻക്രീസ് ആണ് അവരുടെ ഹൈറ്റിൽ ഉണ്ടാകുന്നത്. ചില ഇൻഡിവിജ്വൽസ് ഷോ എ ഗ്രാജുവൽ ഇൻക്രീസ്. ചില ആൾക്കാരിലാണെങ്കിൽ ഒരു ഗ്രാജുവൽ ആയിട്ടുള്ള ഇൻക്രീസ് നമുക്ക് കാണാൻ സാധിക്കും. ഇൻക്രീസ് ഇൻ ഹൈറ്റ് ഓഫ് ഓൾ ബോഡി പാർട്സ് ഈസ് നോട്ട് യൂണിഫോം. ഓക്കെ, നമ്മുടെ ബോഡി പാർട്സ് ഒരുപാടുണ്ട്. എല്ലാ ബോഡി പാർട്സിനും ഒരേപോലെ ഉള്ള ഇൻക്രീസ് ഓഫ് ഹൈറ്റ് അല്ല, ഒരേപോലെ അല്ല അത് ഇലോങ്ങേറ്റ് ചെയ്യുന്നത് എല്ലാ ബോഡി പാർട്സും. ഓക്കെ, അതായത് കൈയും കാലും ഒക്കെ പെട്ടെന്ന് ഹൈറ്റ് വയ്ക്കുന്ന അത്ര തന്നെ നമുക്കറിയാം നമ്മുടെ കണ്ണോ നാക്കോ മൂക്കോ ഒന്നും നീളം വയ്ക്കുന്നില്ല, അതാണ് പറഞ്ഞത്. ദെൻ ഹൈറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ജീൻസ് ഇൻഹെറിറ്റഡ് ഫ്രം പാരൻസ്. അതായത് ജീൻസിന് ജെനറ്റിക്കലി ഡിറ്റർമിൻഡ് ആണെന്ന് മാം പറഞ്ഞത് ഇതാണ് മെയിൻ ചെയ്യുന്നത്. നിങ്ങളുടെ ഹൈറ്റ് നമ്മൾ വയ്ക്കുന്നു, ടീനേജിൽ നമ്മൾ ഹൈറ്റ് വയ്ക്കുന്നുണ്ട് അപ് ടു 18 ഇയേഴ്സ്. പക്ഷേ അത് നിങ്ങളുടെ പാരൻസിനെ കൂടി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അവർ ഹൈറ്റ് ഉണ്ടെങ്കിലാണ് നിങ്ങൾ ഹൈറ്റ് വരുന്നുള്ളൂ. അവർ ചെറുതാണെങ്കിൽ നിങ്ങൾ ചെറുതാവാനാണ് ചാൻസ് കൂടുതൽ. ഓക്കെ, അതാണ് ജെനറ്റിക്കലി ഡിറ്റർമിൻഡ് എന്ന് പറയുന്നത്. ഷുഡ് ഫുൾഫിൽ ഓൾ ദ ന്യൂട്രീഷണൽ നീഡ്സ്. അതുകൊണ്ട് തന്നെ ഒരുപാട് സഡൻ ഗ്രോത്ത് നടക്കുന്ന ഒരു പീരീഡാണ് ഈ അഡോളസൻസ് എന്ന് പറയുന്നത്, നിങ്ങളുടെ ഈ പീരീഡ്. അപ്പോൾ ഈ പീരീഡിൽ നിങ്ങൾ നന്നായിട്ട് നല്ല ന്യൂട്രിയൻ്റ് ആയിട്ടുള്ള ഫുഡ് നിങ്ങൾ കഴിക്കണം എന്നാണ് പറയുന്നത്. നിങ്ങളുടെ എല്ലാ ന്യൂട്രീഷണൽ നീഡ്സും നിങ്ങൾ ഫുൾഫിൽ ചെയ്യണം. നന്നായിട്ട് ആഹാരം കഴിക്കണം. ആഹാരം ഒരുപാട് ക്വാണ്ടിറ്റിയിലല്ല, അതിൻ്റെ
ബാലൻസ്ഡ് ഡയറ്റ്. എന്താ ബാലൻസ്ഡ് ഡയറ്റ്? നിങ്ങൾക്ക് അറിയാലോ, ബാലൻസ്ഡ് ഡയറ്റ് ആയിരിക്കണം നിങ്ങൾ ഫീഡ് ചെയ്യുന്നത്. ഓക്കെ, എല്ലാ ന്യൂട്രീഷണൽ നീഡ്സും ഫുൾഫിൽ ചെയ്യുന്ന ഭക്ഷണം കഴിക്കണം. ദാറ്റ്സ് അബൌട്ട് ദി ഇൻക്രീസിങ് ഹൈറ്റ്. അത്രയാണ് നമ്മൾ ഇൻക്രീസിങ് ഹൈറ്റിൽ പറയുന്നത്. സോ ദെൻ വി ആർ മൂവിങ് ടു ദ ചേഞ്ചസ് ഇൻ ബോഡി ഷേപ്പ്. ബോഡി ഷേപ്പ് എന്തൊക്കെയാണ് ചേഞ്ചസ് വരുന്നത് എന്ന്. ഇൻ ബോയ്സ് ഷോൾഡേഴ്സ് ബിക്കം ബ്രോഡൻ ആൻഡ് ചെസ്റ്റ് ബിക്കം വൈഡർ. ഇൻ ഗേൾസ് ദ റീജിയൻ ബിലോ ദ വേസ്റ്റ് ബിക്കം വൈഡർ. ഓക്കെ, ഇനി ബോഡി ഷേപ്പിൽ എന്തൊക്കെ ചേഞ്ചാണ് വരുന്നതെന്ന്. ബോയ്സിലാണെങ്കിൽ അവരുടെ ഷോൾഡേഴ്സ് നല്ല ബ്രോഡൻ ആയിട്ട് കാണാൻ സാധിക്കും. ബ്രോഡൻ ബിഗിൻ ചെയ്യുന്നത് ഈ സമയത്താണ്. അതുപോലെ തന്നെ അവരുടെ ചെസ്റ്റും നല്ല വൈഡറായിട്ട് മാറും. നല്ല ചെസ്റ്റൊക്കെ വൈഡറായിട്ട്, അതുപോലെ തന്നെ അവരുടെ ഷോൾഡേഴ്സും ബ്രോഡൻ ബിഗിൻ ചെയ്യുന്നത് ഈ ടൈമിലാണ്. ഗേൾസിലാണെങ്കിൽ അവരുടെ വേസ്റ്റിന് താഴ്ഭാഗത്തേക്കുള്ള പോർഷൻസ് ഒന്നും കൂടി ബിക്കം വൈഡർ. അവിടെ ഒന്ന് വൈഡറായി തുടങ്ങും. ഓക്കെ, വേസ്റ്റിന് താഴ്ഭാഗത്തേക്കുള്ള ഭാഗം വൈഡറാവും. ബോയ്സിലാണെങ്കിൽ ചെസ്റ്റ് അതുപോലെ തന്നെ ഷോൾഡേഴ്സും ബ്രോഡറാവും. ഓക്കെ, ഇൻ ബോയ്സ് മസിൽസ് ഓഫ് ദ ബോഡി ഗ്രോ മോർ പ്രൊമിനൻറ്റ് ദാൻ ദ ഗേൾസ്. ഓക്കെ, അതായത് മസിൽസ് ഒക്കെ ബിൽഡ് ചെയ്യുന്നത് ബോയ്സിൽ കൂടുതലായിട്ട് സ്ട്രെങ്തൻ ചെയ്യുന്നത് ഈ സമയത്താണ്. ഈ അഡോളസൻ പീരീഡിൽ അവരുടെ മസിൽസ് ഒക്കെ ഒന്നും കൂടി സ്ട്രെങ്തൻ ചെയ്യും ദാൻ ദി ഗേൾസ്. ഗേൾസിൽ അത്ര തന്നെ മസിൽസിന് ഗ്രോത്ത് സംഭവിക്കുന്നില്ല. മസിൽസ് ഉണ്ട്, പക്ഷെ അത് അത്ര തന്നെ സ്ട്രെങ്തൻ ചെയ്യപ്പെടുന്നില്ല. നമുക്കറിയാം, ബോയ്സ് ആണ് എപ്പോഴും ഗേൾസിനേക്കാൾ കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ളത് ഫിസിക്കലി. ഓക്കെ, ഫിസിക്കലി അവരാണ് കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ളത്. അതിന് കാരണം ഈ പീരീഡിൽ വരുന്ന many changes ആണ്. ഓക്കെ, then the voice change. Then about voice change. ഓക്കെ, വോയിസ് ചേഞ്ചും കൂടുതലായിട്ട് നടക്കുന്നത് ആരിലാണ്? ബോയ്സിലാണ് നടക്കുന്നത്. ഗേൾസിന് അത്ര തന്നെ വോയിസ് ചേഞ്ച് നിങ്ങൾക്ക് കാണാൻ സാധിക്കാറില്ല. കാരണം ഈ സമയത്ത് നിങ്ങളുടെ ഫ്രണ്ട്സിൽ തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ബോയ്സിൻ്റെ ആയിരിക്കും വോയിസിനൊരു കരകരപ്പും അതുപോലെ തന്നെ അതിൻ്റെ ടോണിലും അതിൻ്റെ പിച്ചിലും ഒക്കെ വ്യത്യാസം വരുന്നത് ഈ സമയത്താണ്. ഗേൾസിന് അത്ര തന്നെ അത് പ്രോമിനൻ്റ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. Voice change mainly occurring in boys at puberty. In boys, voice box അഥവാ larynx begins to grow and become larger. It can be seen as a protruding part of the throat called Adam's apple. Okay, അതായത് ബോയ്സിൽ ഇങ്ങനെയുള്ള ഈ ചേഞ്ചിന് കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ വോയിസ് ബോക്സ് അഥവാ ലാരിങ്സ് എന്ന് പറയുന്ന ഒരു ബോഡി പാർട്ട് ഉണ്ട്. ഓക്കെ, ആ ബോഡി പാർട്സിന് ഗ്രോത്ത് കൂടുന്നത് കാരണമാണ്. അത് വളരെ അധികം വലിപ്പം വെക്കുന്നുണ്ട്. അതാണ് അവരുടെ ഈ വോയിസ് ചേഞ്ചിന് കാരണം. അറ്റ് ദ ഏജ് ഓഫ് പ്യൂബർട്ടി നിങ്ങൾക്ക് കാണാൻ സാധിക്കും ചില ബോയ്സിലൊക്കെ അതിങ്ങനെ അതിൻ്റെ വലിപ്പം കൂടിയിട്ട് അത് ഈ ത്രോട്ടിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങനെ പ്രൊട്രൂഡ് ചെയ്തിട്ട് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നത് പോലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിനെയാണ് എന്ത് പറയുന്നത്? ആഡംസ് ആപ്പിൾ. എന്താണ് പറയുന്നത്? ആഡംസ് ആപ്പിൾ. ഓക്കെ, ദെൻ ദ നെക്സ്റ്റ് പോയിന്റ് ഈസ് sometimes the muscle of voice box, that is growing voice box, go out of control and voice becomes hoarse. ആഫ്റ്റർ എ ഫ്യൂ ഡേയ്സ് ഓഫ് വീക്സ് ഇറ്റ് ബിക്കം നോർമൽ. അതായത് ചില സമയത്ത് ഇങ്ങനെ ഗ്രോത്ത് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന സമയത്ത് ഈ ലാരിങ്സിലെ മസിൽസ് പെട്ടെന്ന് ഔട്ട് ഓഫ് കൺട്രോൾ ആയിട്ട് ഗ്രോ ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും? ആ വോയിസിന് വളരെയധികം ഹോഴ്സ് ആയിട്ട് മാറും. എന്ന് പറഞ്ഞാൽ ഒരുമാതിരി ക്രാക്ക് പോലെയൊക്കെ വരും. അത് കുറച്ച് കഴിഞ്ഞാൽ ചില ദിവസങ്ങൾക്ക് ശേഷം തന്നെ അത് നോർമലായിട്ട് മാറുകയും ചെയ്യും. ഓക്കെ, ദാറ്റ്സ് അബൌട്ട് ദ ലാരിങ്സ് ഗ്രോത്ത്. ഓക്കെ, അതാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ ദ നെക്സ്റ്റ് പോയിന്റ് ഈസ് ഗേൾസ് ഹാവ് ഹൈ പിച്ച് വോയിസ് ആൻഡ് ഹാവ് സ്മോൾ ലാരിങ്സ്, ബോയ്സ് ഹാവ് ഡീപ്പ് വോയിസ്. ഇനി ഗേൾസിൻ്റെ കേസ് പറഞ്ഞാൽ ഗേൾസിന് വോയിസ് ചേഞ്ച് വളരെ കുറവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ ലാരിങ്സ് അഥവാ ലാരിങ്സ് ദ വോയിസ് ബോക്സ്, അവരുടെ വോയിസ് ബോക്സ് വളരെ ചെറുതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം ത്രോട്ടിനും പുറത്തേക്കൊന്നും പ്രൊട്രൂഡ് ചെയ്ത രീതിയിൽ ഗേൾസിൻ്റെ ഈ ലാരിങ്സ് ഒന്നും നിങ്ങൾക്ക് വാച്ച് ചെയ്യാൻ സാധിക്കില്ല. കാരണം അവരുടെ ലാരിങ്സ് വളരെ ചെറുതാണ്. പ്രൊട്രൂഡ് ചെയ്യാൻ മാത്രമൊന്നും വലിപ്പം ഇല്ല. ഓക്കെ, അവരുടെ വോയിസിൻ്റെ പിച്ച് വളരെ കൂടുതലായിരിക്കും ദാൻ ദ ബോയ്സിനാണെങ്കിൽ ഒരു ഡീപ്പായിട്ടുള്ള വോയിസ് ആണുള്ളത്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ദ വോയിസ്. Then the fourth is increase the activity of sweat and sebaceous glands. ഈ പീരീഡിലാണ്, ഈ പ്യൂബർട്ടിയുടെ ഈ പീരീഡിലാണ് in case of both girls and boys where the sweat and sebaceous glands become much active. Okay, അതായത് സ്വെറ്റ് ആൻഡ് സെബേഷ്യസ് ഗ്ലാൻസ്. സ്വെറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ വിയർപ്പിൻ്റെ ഗ്ലാൻഡ്. സെബേഷ്യസ് എന്ന് പറഞ്ഞാൽ ഓയിൽ ഗ്ലാൻഡ്. ഇത് വളരെ ആക്റ്റീവ് ആവും
വളരെയധികം ഓയിലും സ്വെറ്റൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ടൈം കൂടിയാണ്. ദ ആക്ടിവിറ്റി ഓഫ് സ്വെറ്റ് ആൻഡ് സെബേഷ്യസ് ഗ്ലാൻഡ്സ് വിൽ ഇൻക്രീസ്. ദ സെക്കൻഡ് പോയിന്റ്, സംവൺ ഹാവിങ് പിമ്പിൾസ് മേ അറൈസ് അറ്റ് ദിസ് ടൈം. ഓക്കെ, ഈ സമയത്ത് നിങ്ങൾക്കറിയാം ഒരു ടീനേജ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇൻ ദ കേസ് ഓഫ് ബോത്ത് ഗേൾസ് ആൻഡ് ബോയ്സ് അവരുടെ മുഖത്തൊക്കെ ഫേസിലൊക്കെ ചെറിയ ചെറിയ പിമ്പിൾസ് ഒക്കെ വരുന്നത് കാണാം. അതിന് കാരണം എന്ന് പറയുന്നത് ഡ്യൂ ടു ദ ആക്ടിവിറ്റി ഓഫ് ദിസ് സെബേഷ്യസ് ഗ്ലാൻഡ്സ്. ഈ സമയത്താണ് സെബേഷ്യസ് ഗ്ലാൻഡ് എന്ന് പറയുന്ന ഓയിൽ ഗ്ലാൻഡിൻ്റെ ആക്ടിവിറ്റി വളരെ കൂടുന്നത്. അപ്പോൾ അത് കാരണമാണ് ഈ ഓയിലി ആയിട്ടുള്ള സ്കിന്നിൽ കൂടുതൽ ഇങ്ങനത്തെ പിമ്പിൾസ് വരുന്നതിന് ചാൻസ് ഉണ്ട് എന്ന് പറയുന്നത് അത് കാരണമാണ്. മനസ്സിലായല്ലോ? Okay, then about the development of sex organs. Okay, then we are dealing with the next change, that is the development of sex organs. ഈ സമയത്താണ് സെക്സ് ഓർഗൻസ് അതിൻ്റെ ഡെവലപ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഒരു ഇൻഡിവിജ്വൽ ജനിക്കുന്ന സമയത്ത് തന്നെ ഓസ്പ്രിങ് അല്ലെങ്കിൽ ഇൻഫൻ്റ് ആയിരിക്കുന്ന സമയത്ത് തന്നെ മെയിൽ ആൻഡ് ഫീമെയിൽ സെക്സ് ഓർഗൻസ് അവരിൽ ഉണ്ടായിരിക്കും. അത് പക്ഷേ മെച്യൂർ ആയിരിക്കില്ല. ഓക്കെ, ദേ അറ്റൈൻ ദ റീപ്രൊഡക്റ്റീവ് മെച്യൂരിറ്റി അറ്റ് ദ ടൈം ഓഫ് പ്യൂബേർട്ടി. അവർ പ്യൂബേർട്ടിയുടെ ടൈമിലാണ് റീപ്രൊഡക്റ്റീവ് മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യുന്നത്. ബോയ്സിലാണെങ്കിൽ എന്താണ് നടക്കുന്നത് ഈ സമയത്ത്? ടെസ്റ്റിസ് ആൻഡ് പെനീസ് ഡെവലപ്പ് കംപ്ലീറ്റ്ലി. ടെസ്റ്റിസ് ബിഗിൻ ടു പ്രൊഡ്യൂസ് സ്പേംസ്. ഇത് നമുക്കറിയാം, ബോയ്സിൽ റീപ്രൊഡക്റ്റീവ് പാർട്സിൽ ടെസ്റ്റിസ് ഉണ്ട്, പെനിസ് ഉണ്ട്, അറിയാലോ. അതിൻ്റെ എന്താണ് ഫങ്ഷൻസ് ഒക്കെ നമുക്കറിയാം. വി നോ ദാറ്റ് ടെസ്റ്റിസ് പ്രൊഡ്യൂസ് സ്പേംസ്. അപ്പോൾ ഈ സമയത്ത് എന്താ ചെയ്യുന്നത്? ബോയ്സിൽ അതുവരെ ടെസ്റ്റിസ് സ്പേംസിനെയൊന്നും പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷേ ഈ സമയത്ത് ടെസ്റ്റിസും പെനിസും അതിൻ്റെ ഡെവലപ്മെൻറ്റ് കംപ്ലീറ്റ് ആവുകയാണ്. അതുപോലെ തന്നെ ടെസ്റ്റിസ് ബിഗിൻ ടു പ്രൊഡ്യൂസ് സ്പേംസ്. ടെസ്റ്റിസ്, വി നോ ദാറ്റ് ടെസ്റ്റിസ് ആർ ദ സൈറ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് സ്പേംസ്. സോ ദേ വിൽ സ്റ്റാർട്ട് ടു പ്രൊഡ്യൂസ് സ്പേംസ്. അവ സ്പേംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യും. ഇൻ ദ കേസ് ഓഫ് ഗേൾസിൽ നമുക്കറിയാം റീപ്രൊഡക്റ്റീവ് പാർട്ടിൽ ഓവറീസ് ഉണ്ട്. ഓവറീസ് ആണ് എഗ്ഗിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലേ? സോ ഓവറീസ് ബിക്കം എൻലാർജ്. ഓവറി അതിൻ്റെ സൈസ് എൻലാർജ് ചെയ്യും. എഗ് അറ്റൈൻ മെച്യൂരിറ്റി. എഗ് റിലീസിങ് ഓൾസോ സ്റ്റാർട്ട്. ഓക്കെ, അതായത് ഓവറി അതിൻ്റെ സൈസ് എൻലാർജ് ചെയ്യും. അങ്ങനെ അതിനകത്താണ് എഗ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ എഗ്സ് മെച്യൂർ ആയിക്കഴിഞ്ഞാൽ അത് റിലീസ് ചെയ്ത് തുടങ്ങും. ഓക്കെ, വി നോ ദാറ്റ് ദ മെൻസ്ട്രൽ പീരീഡ് സ്റ്റാർട്ട്. മെൻസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ പീരീഡിലാണ്. ഓക്കെ, ഇൻ ദി കേസ് ഓഫ് ഗേൾസ്. Then the sixth point is reaching mental, intellectual and emotional maturity. Okay, ഈ പീരീഡിലാണ് എല്ലാവരും ഇൻ ദ കേസ് ഓഫ് ബോത്ത് ഗേൾസ് ആൻഡ് ബോയ്സും ഗേൾസും ഒക്കെ റീച്ചിങ് മെൻ്റൽ, ഇൻ്റലക്ച്വൽ ആൻഡ് ഇമോഷണൽ മെച്യൂരിറ്റി. ഓക്കെ, മെൻ്റലി, അതുപോലെ തന്നെ മെൻ്റലി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ വിത്തിൻ യുവർ മൈൻഡ്, മെൻ്റലി, അതുപോലെ തന്നെ ഇൻ്റലക്ച്വൽ എന്ന് പറഞ്ഞാൽ എബൌട്ട് ബ്രെയിൻ ഡെവലപ്മെൻറ്റ്, അതുപോലെ തന്നെ ഇമോഷണൽ ആയിട്ടുള്ള മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യുന്ന ഒരു പീരീഡ് കൂടിയാണ്. ഇനി മെൻ്റൽ ഗ്രോത്ത് എങ്ങനെയാണ്? അല്ലെങ്കിൽ മെൻ്റലി നിങ്ങൾക്ക് എന്തൊക്കെ ചേഞ്ചസ് ആണ് നടക്കുന്നത്? മോർ ഇൻഡിപെൻഡൻറ്റ് ദാൻ ബിഫോർ ആൻഡ് ഓൾസോ സെൽഫ് കോൺഷ്യസ്. ഓക്കെ, അതായത് നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ കൂടുതൽ ഇൻഡിപെൻഡൻ്റ് ആവാൻ ശ്രമിക്കും. അഡോളസൻസ് നിങ്ങൾ കൂടുതൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതിന് പാരൻസിൽ നിന്നും കുറച്ച് ഡിറ്റാച്ച്മെൻറ്റ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം. എന്ന് പറഞ്ഞാൽ അവരെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യേണ്ട, എല്ലാറ്റിനും അവരുടെ നിന്ന് ഒരു ഡിപ്പെൻഡ് ചെയ്ത് ചെയ്യണ്ട, ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാം എന്നൊരു തോന്നൽ നിങ്ങളിലേക്ക് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് ഈ സമയത്ത്. അതുപോലെ തന്നെ സെൽഫ് കോൺഷ്യസ്, നിങ്ങളുടെ ബോഡിയെ കുറിച്ചിട്ടും അതുപോലെ തന്നെ നിങ്ങളുടെ അപ്പിയറൻസിനെ കുറിച്ചിട്ടും ഒക്കെ നിങ്ങൾ കുറച്ചും കൂടി കോൺഷ്യസ് ആവും. നിങ്ങളെന്ന് വെച്ചാൽ നിങ്ങളുടെ അപ്പിയറൻസിൽ കൂടുതൽ ശ്രദ്ധിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ തോട്ടിനെ കുറിച്ച് നിങ്ങളെ തന്നെ കൂടുതൽ ശ്രദ്ധിക്കുകയും അതിനെ കുറച്ച് കോൺഷ്യസ് ആവുകയും ചെയ്യുന്ന ഒരു സമയമാണിത്. ഓക്കെ, ദെൻ അബൌട്ട് ഇൻ്റലക്ച്വൽ. ഇനി ഇൻ്റലക്ച്വൽ എങ്ങനെയാണ്? സ്പെൻഡ് കൺസിഡറബിൾ ടൈം ടു തിങ്കിങ്, ഗ്രേറ്റസ്റ്റ് കപ്പാസിറ്റി ഓഫ് ബ്രെയിൻ. ഓക്കെ, അതായത് ഇൻ്റലക്ച്വലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ ചിന്തിക്കുന്നതിന് വേണ്ടി എടുക്കുന്ന ഒരു ടൈമാണിത്. ഓക്കെ, കാര്യങ്ങളെ കൂടുതൽ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് കണ്ടാൽ അതിനെക്കുറിച്ച് കൂടുതൽ തോട്ട് പ്രോസസ്സ് നിങ്ങളുടെ ഇൻക്രീസ് ചെയ്യും. നിങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ ഗ്രേറ്റസ്റ്റ് കപ്പാസിറ്റി ഓഫ് ബ്രെയിൻ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബ്രെയിൻ എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും ബിഗ്ഗസ്റ്റ് കപ്പാസിറ്റിയിലാണ്. ഓക്കെ, നിങ്ങളുടെ ബ്രെയിൻ വളരെയധികം വർക്ക് ചെയ്യുന്നത്, നിങ്ങൾ നല്ല ബുദ്ധികൂർമ്മത കിട്ടുന്ന ഒരു സമയം കൂടിയാണ് ഈ അഡോളസെൻ്റ് പീരീഡ്. സോ യു മസ്റ്റ് യൂട്ടിലൈസ് ഇറ്റ് എഫക്റ്റീവ്ലി. അതുകൊണ്ടാണ് നിങ്ങൾ എന്തും നന്നായിട്ട് ഈ സമയത്ത് നിങ്ങൾ എന്ത് പഠിച്ചാലും അതൊക്കെ നിങ്ങൾക്ക് വളരെയധികം മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ബ്രെയിനിനെ അധികം യൂസ് ചെയ്യേണ്ട ഒരു ടൈം കൂടിയാണ് ഇത്. ഓക്കെ,
Then about emotional, okay, feel insecure, then trying to adjust to the changes in the body and mind. അതായത് ഇമോഷണലായിട്ട് നിങ്ങൾ ഒരുപാട് ചാലഞ്ചസ് അതുപോലെ തന്നെ ഒരുപാട് ചേഞ്ചസ് നേരിടുന്ന ഒരു സമയം കൂടിയാണ്. നിങ്ങളൊരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യും, ചിലപ്പോൾ നിങ്ങളുടെ മൂഡ് സ്വിങ്സ് ഉണ്ടായിരിക്കാം, പെട്ടെന്ന് തന്നെ ദേഷ്യം വരിക എന്തെങ്കിലും കാര്യത്തിന്, അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ നിങ്ങൾ പെട്ടെന്ന് കൂളാവും, പെട്ടെന്ന് കാമാവും, വെറുതെ ആവശ്യമില്ലാണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് സങ്കടം വരും, അതിനൊക്കെ ചാൻസ് ഉള്ളൊരു ടൈമാണ് ഇത്. അതുപോലെ തന്നെ ട്രൈങ് ടു അഡ്ജസ്റ്റ്, നിങ്ങളുടെ ബോഡിയിൽ ഒരുപാട് ചേഞ്ചസ് വരുന്നുണ്ട്, അപ്പോൾ അത് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിൽ അത് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. അപ്പോൾ നിങ്ങൾ ആ ബോഡി ചേഞ്ചസും മൈൻഡിൽ വരുന്ന ചേഞ്ചസും എല്ലാം കൂടെ ഒന്ന് അതിനോട് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു ടൈമും കൂടിയാണ് ഇത്. ഓക്കെ, ദാറ്റ് ഈസ് എബൌട്ട് ദ ഇമോഷണൽ. അപ്പോൾ ഈ സമയത്ത് നിങ്ങളുടെ ഫീലിങ്സിൽ ഒരുപാട് ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങളത് കൂടുതലായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടായിരിക്കും ദാൻ യുവർ പാരൻസ്. നിങ്ങളുടെ പാരൻസിനേക്കാൾ കൂടുതൽ നിങ്ങളിപ്പോൾ നിങ്ങൾ ലവ് ചെയ്യുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സിനെ ആയിരിക്കും, അവരുമായിട്ട് ഷെയർ ചെയ്യുന്നതിനായിരിക്കും നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, ദാറ്റ്സ് ഓൾ. അതൊക്കെ നിങ്ങളുടെ ഏജിൻ്റെയാണ്. ദാറ്റ് ഈസ് അഡോളസെൻറ്റ്. ഓക്കെ, നിങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കും ഈ കാര്യങ്ങളൊക്കെ, ബോത്ത് മെൻ്റൽ, ഇൻ്റലക്ച്വൽ, ഇമോഷണൽ, എല്ലാ കാര്യങ്ങളും. ദാറ്റ്സ് ഓൾ എബൌട്ട് യുവർ അഡോളസെൻസ്. ഇതൊക്കെ നിങ്ങളുടെ അഡോളസെൻസിൽ നടക്കുന്നതാണ്. എല്ലാവർക്കും ഈ ഒരു പീരീഡ് ഉണ്ട്. സോ ഈ പീരീഡ് ഈസ് സോ ക്രൂഷ്യൽ. വളരെ മനോഹരമായിട്ടുള്ള ഒരു പീരീഡ് കൂടിയാണ്. അതുപോലെ തന്നെ ഒരുപാട് ചേഞ്ചസ് നടക്കുന്നുണ്ട്. ഓക്കെ, ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് അപ്പോൾ ഇങ്ങനെ വരുന്ന ഈ ചേഞ്ചസിനെയൊക്കെ കുറിച്ചിട്ടാണ്, ഈ അഡോളസെൻറ്റ് പീരീഡിനെ കുറിച്ചിട്ടാണ്. നിങ്ങൾക്ക് എല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വൺസ് അഗെയിൻ പെട്ടെന്നൊന്ന് പറഞ്ഞു പോവാം. ഓക്കെ, ഫസ്റ്റ് വി ആർ ഡീലിംഗ് വിത്ത് അഡോളസെൻറ്റ് ആൻഡ് പ്യൂബർട്ടി, വേർ വി ഓൾറെഡി സെഡ് അബൌട്ട് വാട്ട് ഈസ് അഡോളസെൻസ്. ദെൻ this adolescent period is also called teenage, and you are called teenagers. And in this period so many changes are occurring. Then we deal about what is puberty, and then deal about what are the changes occurring at the puberty. Mainly we said 6 changes are occurring: height, body shape, voice, and glands in the case of glands, and also the sex organs, and the intellectual, mental, and emotional maturity. Okay, all things are clear. I think you understood it very well. So in the next classes we will move on to the other sections. Okay, so let us wind up. Thank you children. I hope all of you are keeping well and keeping fine, and have a nice day.